ഓപ്പറേഷൻ സിന്ദൂർ അവിടെ തീരുന്നില്ല. നോൺ എസ്കലേറ്ററി അറ്റാക്ക് എന്ന് ഇന്ത്യ പ്രത്യേകം പറഞ്ഞിട്ടും ഇന്ന് ഇന്ത്യയിലെ 15 കേന്ദ്രങ്ങൾക്ക് നേരെ പാക് മിസൈലുകൾ തൊടുത്തുവിട്ടു. ആ പാകിസ്ഥാൻ സൈനിക നീക്കത്തെ ഇന്ത്യ ഫലപ്രദമായി പ്രതിരോധിച്ചിരിക്കുന്നു. ആ ലക്ഷ്യം ഇന്ത്യ എന്ന ലക്ഷ്യം കാണാൻ അനുവദിച്ചില്ലെന്ന് മാത്രമല്ല, വ്യോമ പ്രതിരോധ സംവിധാനം, അത് പാകിസ്ഥാന്റെ ഇന്റഗ്രേറ്റഡ് കൗണ്ടർ UAS ഗ്രിഡ് എന്ന ആ വ്യോമ പ്രതിരോധ സംവിധാനത്തെ തന്നെ ഇന്ത്യ നശിപ്പിച്ചിരിക്കുന്നു. മിഥുൻ MG വിവരങ്ങളുമായി. മിഥുൻ, ഈ UAS ഗ്രിഡിൻ വളരെ വളരെ പ്രത്യേകതകൾ ഉള്ളതാണ്, വളരെ ക്യാപ്പബിൾ ആയ ഒരു സിസ്റ്റം എന്നാണ് അറിയപ്പെടുന്നത്. പക്ഷേ അതിനെ ഇന്ത്യ ഫലപ്രദമായി പ്രതിരോധിച്ചിരിക്കുന്നു. സുദർശന ചക്രം ഇന്ത്യയുടെ ആ 15 ഇന്ത്യ ലക്ഷ്യമാക്കി വന്ന 15 ആക്രമണത്തെയും ഫലപ്രദമായി പ്രതിരോധിച്ചിരിക്കുന്നു. ഈ പ്രതിരോധത്തെ സംബന്ധിച്ച് എന്തൊക്കെ വിവരങ്ങളാണ് ഇപ്പോൾ ഈ PIB പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിലുള്ളത്? തീർച്ചയായും, അതായത് ഇന്നലെയായിരുന്നു ഇത്തരത്തിൽ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നും ആക്രമണം ഉണ്ടാകുന്നത്. 15 ഇടങ്ങൾ കേന്ദ്രീകരിച്ചാണ് പാകിസ്ഥാൻ മിസൈൽ തൊടുത്തത്. അതിൽ പ്രധാനപ്പെട്ട നഗരങ്ങൾ ഒന്നുകൂടി നോക്കാം. അതായത് അവന്തിപുര, ശ്രീനഗർ, ജമ്മു, പത്താൻകോട്ട്, അമൃത്സർ, കപൂർത്തല, ജലന്ധർ, ലുധിയാന, അധംപൂർ, ഭട്ടിൻഡ, ചണ്ഡീഗഡ്, നാൾ, ഭലോഡി, ഉത്തർലെ ആൻഡ് ഭുജ് തുടങ്ങിയ 15 ഇടങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു ഇത്തരത്തിൽ പാകിസ്ഥാന്റെ മിസൈൽ ആക്രമണം ഉണ്ടായത്. അത് നമ്മൾ ആകാശത്ത് വെച്ച് തന്നെ അത് തകർക്കാനും ഇന്ത്യക്കായി എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം. S-400 വ്യോമ പ്രതിരോധ സംവിധാനവും ഒപ്പം തന്നെ ഹാർപ്പി ഡ്രോണും ഉപയോഗിച്ചുകൊണ്ടാണ് ഈ മിസൈൽ ആക്രമണത്തെ ചെറുക്കാനും ഒപ്പം തന്നെ അതിനെ തകർക്കാനും ഇന്ത്യക്ക് സാധിക്കുകയും ചെയ്തു. അതിൽ ഹാർപ്പി ഡ്രോണിന്റെ സവിശേഷതകളെ കുറിച്ച് നമുക്കൊന്ന് നോക്കേണ്ടതായിട്ടുണ്ട്. ഇതിന്റെ നീളം 2.7 മീറ്ററാണ്, അതായത് 8 അടി 10 ഇഞ്ചാണ് ഇതിന്റെ നീളമെന്ന് പറയുന്നത്. ചിറകുകളുടെ വിസ്താരം 2.1 മീറ്റർ, ആകെ ഭാരം 135 കിലോഗ്രാമാണ്. പവർ പ്ലാന്റ് എന്ന് പറയുന്നത് 1 UEL AR-73 എന്ന വാങ്കൽ റോട്ടറി എഞ്ചിനാണ് ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത്. പരമാവധി വേഗത 185 km/h ഇതിന് വേഗതയിൽ സഞ്ചരിക്കാൻ സാധിക്കുന്ന ഒരു ഡ്രോണാണ് നമ്മുടേത്. പരിധി 500 കിലോമീറ്റർ വേഗതയിൽ വരെ പോകാൻ ഇതിന് സാധിക്കുകയും ചെയ്യും. ഇസ്രായേൽ വികസിപ്പിച്ചെടുത്ത ഒരു ഡ്രോൺ സംവിധാനമാണ് ഹാർപ്പി ഡ്രോൺ സംവിധാനം. അത് ഇന്ത്യക്ക് കൈമാറിയതാണ്. അത് ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഈ ഒരു നീക്കത്തെ ചെറുക്കാൻ സാധിച്ചത്. ഒപ്പം തന്നെ S-400 വ്യോമ പ്രതിരോധ സംവിധാനവും ഇതിന്റെ ഭാഗമായി ഇന്ത്യ ഉപയോഗിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതാണ് ഈ വാർത്താക്കുറിപ്പിലൂടെ നമുക്ക് വ്യക്തമാവുകയും ചെയ്തിരിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇതിന്റെ സംവിധാനങ്ങൾ, ഇതിൽ S-400 സമാനതകളില്ലാത്ത വേഗതയാണ് ഒരു പ്രധാനപ്പെട്ട സവിശേഷത. ഒപ്പം തന്നെ ആകാശത്ത് പോലുള്ള തദ്ദേശ സംവിധാനങ്ങളുമായിട്ടുള്ള നെറ്റ്വർക്ക് സംയോജനം, ഒപ്പം തന്നെ മൾട്ടി ലെയർഡ് കവറേജ്, ഒപ്പം തന്നെ എല്ലാ കാലാവസ്ഥയിലും അതിജീവിക്കാനുള്ള ഒരു കഴിവ് കൂടി ഈ S-400 വ്യോമ പ്രതിരോധ സംവിധാനത്തിലുണ്ട്. അത് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ 15 മിസൈലുകൾ ഇന്നലെ രാത്രിയോട് കൂടിയാണ് 15 ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഇടങ്ങളായിട്ടുള്ള 15 നഗരങ്ങൾ കേന്ദ്രീകരിച്ച് അവിടുത്തെ സൈനിക കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പാകിസ്ഥാന്റെ ഒരു ഇത്തരത്തിലുള്ള ഒരു തിരിച്ചടി ഉണ്ടാകാനുള്ള സാഹചര്യം അത് ഇന്ത്യ മുൻകൂട്ടി കാണുകയും ആ മിസൈലുകൾ വന്നപാടെ തന്നെ ഇന്ത്യൻ മണ്ണിൽ തൊടുന്നതിന് മുമ്പ് തന്നെ അവ തകർത്തെറിയാൻ ഇന്ത്യക്ക് സാധിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം തന്നെ കഴിഞ്ഞ മണിക്കൂറുകളിൽ, അതായത് ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി ഇത്തരത്തിൽ പഹൽഗാമിന്റെ തിരിച്ചടി നമ്മൾ നൽകിയതിന് പിന്നാലെ തന്നെ ഒരു അലേർട്ട് ഉണ്ടായിരുന്നു. പാകിസ്ഥാനിൽ നിന്ന് ഏതു നിമിഷവും ഒരു അറ്റാക്ക് തിരികെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. അതിന്റെ ആ ഒരു നിർദ്ദേശം എല്ലാ സേനാ വിഭാഗങ്ങൾക്കും നൽകിയിരുന്നു. അതിർത്തിയിൽ സേനാ വിഭാഗങ്ങളെ പൂർണ്ണമായും സജ്ജീകരിക്കുകയും ചെയ്തിരുന്നു. ഒപ്പം തന്നെ രാത്രിയിൽ പൂർണ്ണമായും തന്നെ സൈന്യം ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ പാകിസ്ഥാന്റെ മിസൈൽ ആക്രമണത്തെ ചെറുക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കി കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അവ തിരിച്ചറിയാൻ പാകിസ്ഥാന് സാധിച്ചില്ല എന്നുള്ളത് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ അവർ തൊടുത്ത 15 മിസൈലുകളും അവരുടെ കൺമുന്നിൽ വെച്ചുകൊണ്ട് തന്നെ, അവരുടെ ആകാശപാതയിൽ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് തകർത്തെറിയാൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ്. നമ്മുടെ ഡ്രോൺ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് തന്നെ, ഒപ്പം തന്നെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തകർത്തെറിയാൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. 15 കേന്ദ്രങ്ങളാണ് പാകിസ്ഥാൻ ഇതുമായി ബന്ധപ്പെട്ട് ലക്ഷ്യം വെച്ചത്. ആ 15 ലക്ഷ്യം വെച്ച നഗരങ്ങൾ നമ്മൾ നേരത്തെ തന്നെ വായിച്ചിരുന്നു. ശ്രീനഗർ ഉൾപ്പെടെയുള്ള നഗരങ്ങൾ, ജമ്മു ഉൾപ്പെടെയുള്ള നഗരങ്ങൾ, അമൃത്സർ, ഭുജ് അടക്കമുള്ള മേഖലകൾ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒന്ന് ജമ്മു കാശ്മീർ, രാജസ്ഥാൻ, ഗുജറാത്ത്, പഞ്ചാബ് തുടങ്ങിയ മേഖലകൾ, ഈ 4 സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട സൈനിക കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു ഇത്തരത്തിൽ അറ്റാക്ക് നടത്താൻ പാകിസ്ഥാൻ തീരുമാനിച്ചത്. അവയാണ് നമ്മൾ തകർത്തെറിയുകയും ചെയ്തത്. മറ്റൊരു
പ്രധാനപ്പെട്ട വിവരങ്ങൾ കൂടി ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. നേരത്തെ കിരൺ ബാബു സൂചിപ്പിച്ചതുപോലെ തന്നെ പാകിസ്ഥാനിലെ പല തന്ത്രപ്രധാന മേഖലകളിലും ലാഹോറിലും കറാച്ചിയിലും ഉൾപ്പെടെ ഇത്തരത്തിൽ പലയിടങ്ങളിലും നമ്മുടെ ഡ്രോൺ ആക്രമണങ്ങൾ ഉണ്ടായതായിട്ടുള്ള സ്ഥിരീകരണം പ്രതിരോധ മന്ത്രാലയം ഇപ്പോൾ സ്ഥിരീകരിച്ചു കഴിയുകയും ചെയ്തു. അതിൽ അല്പസമയത്തിന് മുമ്പ് ചില ദൃശ്യങ്ങൾ വരുന്നു. അത് നമുക്ക് പ്രേക്ഷകരിലേക്ക് അല്പസമയത്തിനകം തന്നെ എത്തിക്കാൻ സാധിക്കുമെന്ന് നമ്മൾ കരുതുകയും ചെയ്തു. അതായത് ഒരു ഡ്രോൺ അറ്റാക്ക് റാവൽപിണ്ടിയിൽ ഉണ്ടായിരിക്കുന്നു. റാവൽപിണ്ടിയിലെ അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിന് സമീപത്തായി ഇന്ത്യയുടെ അറ്റാക്ക് ഉണ്ടായിരിക്കുന്നു. അവിടെ വലിയ രീതിയിൽ അതിന്റെ ദൃശ്യങ്ങൾ അല്പസമയത്തിനകം തന്നെ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിക്കുകയും ചെയ്യുന്നതാണ് അറിയുന്നത്. ഇന്ന് രാവിലെ 8 മണിയോട് കൂടിയാണ് ഈ ഒരു ആക്രമണം ഉണ്ടായത്. ഒപ്പം തന്നെ ആദ്യം ഒരു സൈറൺ അലർട്ട് ഉണ്ടാകുന്നു. അതിന് പിന്നാലെയാണ് ഡ്രോൺ അറ്റാക്ക് ഉണ്ടായത് എന്നുള്ളതാണ് അവിടുത്തെ സമീപവാസികൾ പറയുന്നതായിട്ടുള്ള കാര്യങ്ങൾ അവിടുത്തെ പാക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നത്. എന്തായാലും വലിയ തിരിച്ചടി വീണ്ടും ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് പാകിസ്ഥാൻ നൽകിക്കൊണ്ടേയിരിക്കുന്നു. തുടർ തിരിച്ചടികൾ നൽകിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ശ്രീജ നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ എടുത്തു പറയേണ്ടത്. തീർച്ചയായും ഇതോടൊപ്പം